ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. അതായത് പ്രഥമ സ്കന്ധത്തിലെ അധ്യായം 8 സാരാംശമാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഭഗവാൻ ഗർഭസ്ഥനായ പരീക്ഷിത്തിനെ രക്ഷിക്കുന്നതും കുന്തിയുടെ ഭഗവത്സ്തുതിയും യുധിഷ്ഠിരന്റെ പശ്ചാത്താപവുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അർജുനനാൽ അപമാനിതനായ അശ്വത്ഥാമാവ്, അത് അർജുനൻ അപമാനിച്ചു വിട്ടല്ലോ. അതായത് ഈ അശ്വത്ഥാമന്റെ മുടി വെട്ടിച്ചിട്ട് അതിന്റെ രത്നമെടുത്തു. അപ്പോൾ അത് വളരെ അപമാനമായ കാര്യമാണ്. അപ്പോൾ അതിനെ വളരെ വിഷമിച്ച് മാത്രമല്ല അമർഷം, അശ്വത്ഥാമന് ഭയങ്കര അമർഷം തോന്നി. അപ്പോൾ പിന്നെയും പാണ്ഡവവംശത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ വീണ്ടും ബ്രഹ്മാസ്ത്രം മന്ത്രിച്ച് അയച്ചു. അതായത് ആദ്യത്തെ ബ്രഹ്മാസ്ത്രം അർജുനൻ ഇല്ലാതാക്കി. രണ്ടാമത്തെ ബ്രഹ്മാസ്ത്രം അത് ആരുടെ നേർക്കാണെന്ന് വെച്ചാൽ ഉത്തരയുടെ നേർക്ക് എന്തുകൊണ്ട് അയച്ചു എന്ന് വെച്ചാൽ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവാണ് അവരുടെ ഏക വംശം. ആ വംശത്തിനെ കൂടെ നശിപ്പിച്ചാൽ പിന്നെ പാണ്ഡവർക്ക് പിന്നെ വംശമില്ലല്ലോ. അതുകൊണ്ട് ഉത്തരയുടെ നേർക്ക് പാഞ്ഞു വന്നു ആ അസ്ത്രം. അത് ഭഗവാൻ എന്ത് ചെയ്തു? സുദർശന ചക്രം കൊണ്ട് അത് വേദിച്ചു. പിന്നെ ഭഗവാൻ തന്നെ നമുക്കറിയാമല്ലോ, ഉത്തരയുടെ ഗർഭത്തിൽ പോയി ആ കുട്ടിയെ രക്ഷിക്കാൻ ഉള്ള ഇത് ചെയ്തു. അപ്പൊ പാണ്ഡവന്മാരെയും അവരുടെ സന്തതിയെയും ഭഗവാൻ പരിരക്ഷിച്ചു. പക്ഷെ ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ലല്ലോ എന്ന് സൂതൻ ശൗനകാദികളോട് പറയുന്നു. ഭഗവാൻ സ്വമായയാ, ആ ശക്തിയാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത് വളരെ ആശ്ചര്യമുള്ള കാര്യമില്ല. പിന്നെ സർവാശ്ചര്യമയനാണല്ലോ ഭഗവാൻ. ബ്രഹ്മാസ്ത്രത്തിൽ മോചിക്കപ്പെട്ട പുത്രന്മാരോടും പാഞ്ചാലിയോടും കൂടിയിരിക്കുന്ന ആ കുന്തിദേവി യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന കൃഷ്ണനോടായി പറയുന്നു. അതായത് ഭഗവാനെ സ്തുതിക്കുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ വസുദേവദേവിയുടെയും നന്ദഗോപ യശോദയുടെയും പുത്രനായി കൃഷ്ണനായി അവതരിച്ച ആ ഗോവിന്ദനെ ഞാൻ വണങ്ങുന്നു. നമ്മളും വണങ്ങാം, നമസ്കരിക്കാം ആ കൃഷ്ണനെ. എങ്ങനെയാണ് തുടങ്ങുന്നത്? കൃഷ്ണന് സ്വന്തം മാതാവിലും കവിഞ്ഞ പ്രീതിയാണ് തന്നോടുള്ളതെന്നാണ് കുന്തി പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ കാരാഗ്രഹത്തിൽ ജനിച്ച്, അതായത് കാരാഗ്രഹത്തിൽ നരകിച്ച ദേവികയെ അവിടുന്ന് രക്ഷിച്ചെങ്കിലും അവരുടെ ആദ്യത്തെ കുട്ടികളെയൊന്നും ഭഗവാൻ രക്ഷിച്ചില്ല. അതിന്റെ കാരണങ്ങൾ വേറെയുണ്ട്. എന്നാൽ കുന്തിയെയും പാണ്ഡവരെയും സംബന്ധിച്ച് പലതവണ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. അത് കുന്തി എടുത്തു പറയുന്നു. എന്തെന്നാൽ അത് കൃതജ്ഞതാപൂർവമാണ് അനുസ്മരിക്കുന്നത്. ഭീമനെ ദുര്യോധൻ ദുശാസനെല്ലാം ചേർന്ന് വിഷച്ചോറ് കൊടുത്തു. അതിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു കുട്ടിയായിരുന്നപ്പോൾ. പിന്നെ അരക്കില്ലത്ത് നിന്നും ഇടംപാതി അവരുടെ രാക്ഷസനിൽ നിന്നും ചൂതുകളിയിൽ നിന്നും പാഞ്ചാലിയുടെ മാനം കാത്തതും ഭഗവാനാണ്. പിന്നെ ദൈതവനത്തിൽ നേരിടേണ്ടി വന്ന ആപത്തുകളിൽ നിന്നും എല്ലാം ഭഗവാനാണ് രക്ഷപ്പെടുത്തി ആ കുന്തിനെയും പാണ്ഡവന്മാരെയും രക്ഷപ്പെടുത്തുന്നത്. പിന്നെ അത് പോരാഞ്ഞിട്ടോ, ഭാരതയുദ്ധത്തിൽ ഭീഷ്മാദി മഹാരഥന്മാരുടെ ഘോര അസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു. ഒടുവിൽ അശ്വത്ഥാമാന്റെ ബ്രഹ്മാസ്ത്ര ഭീഷണിയിൽ നിന്നും രക്ഷിച്ചു. അപ്പോൾ ഏത് നേരവും ഇവരെ ഭഗവാൻ കൂടെ നിന്ന് രക്ഷിക്കുകയാണ്. ഒരു സുഹൃത്തായും ദാസനായും, അതായത് തേരാളിയായി നിന്നും ഏത് രീതിയിലും ഇവരെ തന്നെ, പാണ്ഡവന്മാരെ തന്നെ രക്ഷിക്കുന്നു, അങ്ങനെ സംരക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള കാരുണ്യമൂർത്തിയെ നമസ്കരിക്കുന്നു. കൃതജ്ഞതയും വിനയം കൊണ്ട് ആത്മസമർപ്പണം ചെയ്യുന്നത്
വിശുദ്ധ ഭക്തി ഭാവനയാണ് ഇത് കുന്തുസ്തുതിയിൽ കാണാം. നമ്മൾ ഭഗവാന്റെ അടുത്ത് നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയാലും എന്ത് ചെയ്താലും അത് കൃഷ്ണാർപ്പണമായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതാണ് കുന്തിദേവി പറയുന്നത്. പിന്നെ അതിനടുത്തത് നമ്മുടെ ധർമ്മപുത്രൻ പിന്നെ താൻ ചെയ്തത് ശരിയാണോ? ഈ യുദ്ധത്തിൽ എല്ലാവരെയും കൊന്ന് സ്വന്തക്കാരെയെല്ലാം വളരെയേറെ സൈന്യങ്ങളും എല്ലാം പോയി. അങ്ങനെ എല്ലാം പോയിട്ട് നമ്മൾ ഈ രാജ്യം ഭരിക്കുന്നത് ശരിയാണോ എന്ന് ആത്മവിമർശനം ചെയ്യുന്നത് അത് ധർമ്മോത്സവന്മാരുടെ ലക്ഷണമാണ്. അത് നല്ലതാണ്, ധർമ്മം ഉള്ളവർക്കുള്ളതാണ്. പക്ഷെ ഇവിടെ യുദ്ധക്കളത്തിൽ അർജുനന്റെ മനോഭാവത്തെയും കൃഷ്ണൻ ഗീതോപദേശം ചെയ്ത് മാറ്റി. ഇത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ അർജുനൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു, വീണു. പക്ഷെ താഴെ വീണാലും ഭഗവാൻ അർജുനനോട് ഗീതോപദേശം ചെയ്ത് ധൈര്യം കൊടുത്തു. അങ്ങനെ യുദ്ധം നടത്തി. പക്ഷെ ഇവിടെ ഭഗവാന് ചെയ്യാമായിരുന്നു, ധർമ്മപുത്രനോട് ഭഗവാന് ചെയ്യാമായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടെന്നാൽ സരസയിൽ ഭഗവാന്റെ ദർശനം കാത്തു കിടക്കുന്ന സ്വഭക്തനായ ഭീഷ്മരെ കൊണ്ട് തന്നെ മഹാമുനി ജനസമക്ഷം ധർമ്മതത്വോപദേശം ചെയ്യിച്ച ധർമ്മപുത്രരുടെയും ആ ബോധവാനാക്കണമെന്ന് ആഗ്രഹിച്ചു. അവിടെ വെച്ച് തന്നെ ബോധവാനാക്കണം. അതായത് ആ പിന്നെ ഭീഷ്മരെ കൊണ്ട് തന്നെ ബോധവാനാക്കണം. പക്ഷെ അതുകൊണ്ടാണ് വ്യാസാദികളുടെയും ഭഗവാന്റെയും സാന്ത്വന ഉപദേശങ്ങൾ യുധിഷ്ഠിരനിൽ ഫലിക്കാതെ വന്നത്. അത് ഭഗവാന്റെ ഇച്ഛ തന്നെ, അത് ഭഗവാൻ തന്നെ ഇത് ശരിയാക്കി, അത് ഭഗവാൻ വിചാരിച്ചതാണ്. അത് ഭഗവത് പ്രേരണയാണ് ഇതൊക്കെ. അതുകൊണ്ട് ഭീഷ്മർ തന്നെ യുധിഷ്ഠിരനെ ഉപദേശിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ തീരുമാനം. എന്ത് വന്നാലും ഭഗവാന്റെ ഇച്ഛയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി, നല്ലതായാലും ചീത്തയായാലും. ഇത് ഏത് കാര്യവും നമുക്ക് അതുകൊണ്ടാണ് നമുക്കെന്ന് വിചാരിച്ച് സമാധാനിക്കണം എന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഏത് കാര്യം ചെയ്താലും ഈശ്വരാർപ്പണം ചെയ്തിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയുമാണ് ഈ അധ്യായത്തിന്റെ സാരാംശം. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.